പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനിയോട് നവ്യ പറയുന്നുണ്ടായിരുന്നു, എന്നോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ഞാനും തിരിച്ച് പ്രതികരിക്കുക എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശിയാണെങ്കിലും ഇവരുടെ വഴക്കൊന്ന് തീർക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇവിടേക്ക് വന്നപ്പോൾ നല്ല മണം അടിച്ചുകൊണ്ട് തന്നെ വല്ലാത്ത വിഷപ്പാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അകത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അകത്തേക്ക് കയറി പോകും. അപ്പോൾ ആ സമയത്ത് നയനയാണെങ്കിലും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണുമ്പോൾ നവ്യ ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്താ ആലോചിച്ച് നിൽക്കുന്നതെന്ന്. അല്ല, ഇടയ്ക്ക് ഞാനാണ് ഇങ്ങനെ ആദർശേട്ടന് പാചകം ചെയ്യാൻ പറഞ്ഞു കൊടുത്തിരുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ പിണങ്ങി. അപ്പോൾ പിന്നെ ഇത് എങ്ങനെയും സംഭവിച്ചെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഈ മണം കേട്ടിട്ട് ഇങ്ങനെ എണ്ണയും മസാലയും കൂടിയതിൻ്റെ ഒന്നല്ല, എല്ലാം നല്ല പാകത്തിന് ചേർത്തിട്ടുള്ളൊരു മണം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് എല്ലാവരും അങ്ങനെ അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതിനുശേഷം അതുപോലെ തന്നെ ജയനും അതുപോലെ തന്നെ ആദർശവും എല്ലാവരും കൂടി സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദർശം ഇങ്ങനെ വലിയ പാചകമൊക്കെ അറിയാമെന്ന് പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് തന്നെ അവരിങ്ങനെ ആദർശിനെ കളിയാക്കുകയാണ്. ഇപ്പോൾ പിള്ളസാറ് വന്നിട്ടില്ലെങ്കിൽ കാണാമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഞാൻ പാചകത്തിലേക്ക് ഇറങ്ങാത്തതുകൊണ്ടാണ്, ഇറങ്ങിയിരുന്നെങ്കിൽ ഇപ്പോൾ നല്ലതിൽ തന്നെ ചെയ്തേനെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുന്ന സമയത്ത്, എന്നാൽ പിന്നെ നീ പിള്ളസാറിന് ഇങ്ങനെ വെറ്റിലയും പാക്കും വെച്ചിട്ട് ഇങ്ങനെ തുടങ്ങിക്കോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെനിക്ക് മാത്രമല്ല എല്ലാവർക്കും ആവാമെന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ടായിരുന്നു. ആദർശാണെങ്കിലും തിരിച്ച് പിന്നീട് എന്തായാലും പറയുന്നുണ്ടായിരുന്നു, ആദർശ് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ പാചകം ചെയ്തത് ഞാനാണെന്ന് നയനയോടൊക്കെ എല്ലാവരോടും പറയണമെന്ന് പറയാനായിട്ട്. അപ്പോൾ അതെന്തായാലും അച്ഛൻ തീരുമാനിക്കും. കൊച്ചുമകൻ്റെ തല ഉയർന്നിരിക്കണോ താണിരിക്കണോ എന്ന് അച്ഛൻ തീരുമാനിക്കും. അല്ലെങ്കിൽ പിന്നെ ഗോവിന്ദ എന്നിങ്ങനെ ജയനും പറയണം. പിന്നീട് എന്തായാലും അബീപ്പ് എന്തായാലും എല്ലാം പാത്രത്തിലേക്ക് വിളമ്പി വെച്ചിട്ടുണ്ടാവും, എല്ലാം ടേബിളിൽ കൊണ്ടുവയ്ക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അവർ അതൊക്കെ എടുത്തു വെക്കാനായിട്ട് പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ആദർശിനെ ചെറുതായിട്ട് കൊച്ചാക്കി സംസാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് എല്ലാവരും വന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ വിളമ്പി വെക്കുന്നുണ്ട്. എല്ലാവരും കഴിച്ച് നോക്കിയിട്ട് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവർ തന്നെയാണോ ഉണ്ടാക്കിയെന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ അവരത് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും എല്ലാം നന്നായിട്ടുണ്ട്, ഇത് നമ്മൾ വലിയ വലിയ ഹോട്ടലിലൊക്കെ പോയിട്ട് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് എന്നൊക്കെ പറയുന്നുണ്ട്. നയനും പറയുന്നുണ്ടായിരുന്നു കേട്ടോ, കഴിച്ച് നോക്കിയിട്ട് ഇതിനൊന്നും ഒരു നാടൻ ടേസ്റ്റ് ഇല്ല എന്ന് പറയൂ കേട്ടോ. പിന്നീട് മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ പിള്ളസാറിൻ്റെ ഹോട്ടലിൽ പോയി കഴിക്കുന്ന അതൊരു ടേസ്റ്റാണ് കറികൾക്ക് എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ട്. അപ്പോൾ ആദർശാണെങ്കിലും ഇവിടെ എല്ലാതരം കറികളും ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വേറെയും കറികളൊക്കെ എടുത്ത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും കഴിച്ച് നോക്കിയിട്ട് പറയും, ഇതിന് നല്ല നാടൻ കറിൻ്റെ ടേസ്റ്റ് തന്നെയാണെന്ന് പറയൂ കേട്ടോ നയനയോടാണെങ്കിലും. അപ്പോൾ ആദർശാണെങ്കിലും നയനയോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നയനയ്ക്കാണെങ്കിൽ അത് അവർ തന്നെ ഉണ്ടാക്കിയ ഫുഡാണോ എന്ന് ഭയങ്കര സംശയമാണ് കേട്ടോ. അപ്പോൾ അത് പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ആദർശാണെങ്കിലും ഇങ്ങനെ പറയും, പിന്നെ നിങ്ങൾ പെണ്ണുങ്ങൾ വീട്ടിലില്ല എന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ പട്ടിണി കിടക്കുന്നു നിങ്ങൾ വിചാരിച്ചോ, ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ സാധിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ദേവയാനി പറയുന്നുണ്ടായിരുന്നു, എന്തായാലും ക്യാപ്റ്റന് ഫുൾ മാർക്ക് തന്നെയാണെന്ന് പറയും കേട്ടോ. അപ്പോൾ ആ സമയത്ത് അബി പറയും, ക്യാപ്റ്റൻ വേറെ ഉണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു, അതാരാ നിങ്ങളുടെ മുത്തശ്ശനാണോ, മുത്തശ്ശന് എത്രത്തോളം പാചകം അറിയുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയും കേട്ടോ. പിന്നീട് എന്തായാലും ഇനിയിപ്പോൾ അങ്ങനെ മാസത്തിൽ 1-2 തവണ നിങ്ങൾ അടുക്കളയിൽ കയറേണ്ടി വരും, ഇങ്ങനെയാണെങ്കിൽ കറികൾ ഏത് കഴിക്കണമെന്ന് ഞങ്ങൾക്ക് തന്നെ സംശയമാണ്, എല്ലാത്തിനും നല്ല ടേസ്റ്റാണ് എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ട്. അപ്പോൾ എന്തായാലും ജയൻ ഇങ്ങനെ ആദർശിനോട് പറയുന്നുണ്ടായിരുന്നു, ഇതിൻ്റെ ക്രെഡിറ്റ് നമ്മൾ എടുക്കാത്തതാണ് നല്ലത്, അല്ലെങ്കിൽ പിന്നെ മാസത്തിൽ 2 തവണ നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ജയനാണെങ്കിലും മുത്തശ്ശി വിളിക്കും. അപ്പോൾ ആദർശാണെങ്കിലും അതിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് എല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ ശേഷം എല്ലാവർക്കും ഇങ്ങനെ നല്ല സംശയമാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇത്രയും സമയം കൊണ്ട് ഇത്രയും നല്ല കറികളൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണെങ്കിലും ആദർശം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ആരും കണ്ണ് വെക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം, ഈ ഐഡിയ എല്ലാം എൻ്റെയാണെന്ന് പറയട്ടെ. അപ്പോൾ അത് കേട്ടുകൊണ്ടാണ് മുത്തശ്ശൻ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ പിള്ളസാറും കൂടെ ഉണ്ട്, വേണ്ട ആദർശി എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ മുത്തശ്ശൻ വരുന്നത്. അപ്പോൾ പിള്ളസാറ് വരുന്ന സമയത്താണ് എല്ലാവർക്കും കാര്യം മനസ്സിലാവുന്നത്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതെപ്പോൾ വന്നു എന്നൊക്കെ അങ്ങനെ ചോദിക്കും കേട്ടോ പിള്ളസാറിനോടാണെങ്കിലും. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, പാഞ്ചാലി വസ്ത്രാക്ഷേപം നടക്കുന്ന സമയത്ത് കൃഷ്ണനെ വിളിച്ച പോലെ തന്നെ ഇങ്ങനെ പാചകത്തിൽ ഇവൻ ഇങ്ങനെ ഉഴപ്പിയപ്പോൾ ഞാൻ ഭഗവാനെ വിളിച്ചപ്പോൾ ഇങ്ങനെ പാചകത്തിൻ്റെ തമ്പുരാനായ ഇദ്ദേഹം വന്നു എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. പിന്നീട് എന്തായാലും ഇങ്ങനെ കല്യാണത്തിന് വരാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അതെന്താ കല്യാണത്തിന് വരാൻ പറ്റാത്തതെന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മുത്തശ്ശി പറയും, ഇദ്ദേഹത്തിന് ഭയങ്കര തിരക്കാണെന്ന് പറയട്ടോ. അപ്പോൾ ഞാൻ വന്നില്ലെങ്കിലും അന്ന് എൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടല്ലോ, നല്ല ഭക്ഷണം തന്നെയായിരിക്കും വിളമ്പുക എന്നൊക്കെ പറയുമ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, ഇന്നും അതുപോലെ തന്നെ നല്ല ഭക്ഷണമാണ് വിളമ്പിയെന്ന് പറയുമ്പോൾ നയനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, എനിക്ക് സാറിനെ കാണണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും ഇങ്ങനെ പിള്ളസാറിനെ ഇങ്ങനെ നയനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ വലിയ കൊച്ചും മരുമകളാണെന്നൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടായിരുന്നു, വലിയ ഡിസൈനറാണ് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്, എന്താ മോൾക്ക് വേണ്ടതെന്ന് ചോദിക്കും കേട്ടോ പിള്ളസാറ്. അപ്പോൾ എനിക്കൊരു സെൽഫി വേണമെന്ന് പറയുമ്പോൾ സെൽഫി മാത്രമാക്കണ്ട, ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ട് ഞാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് പിന്നെ എല്ലാവരുടെ കൂടെ നിന്ന് സെൽഫിയും ഫോട്ടോയൊക്കെ എടുത്തിട്ട് അദ്ദേഹം അങ്ങ് തിരിച്ചു പോകുന്നുണ്ടായിരുന്നു.
അതിനുശേഷം നന്ദുവിനെ കാണാനായിട്ട് അനി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അനി ഒരു സാരിയൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അനീനെ കാണുമ്പോൾ തന്നെ നന്ദുവിന് ആകെ ടെൻഷനാണ്. ഗോവിന്ദനും വീട്ടിലില്ല, അപ്പോൾ എന്താ അനി ഇവിടെയെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അതെന്താ എനിക്ക് ഇങ്ങോട്ട് വന്നോടെ, നമ്മളിങ്ങനെ നല്ല ഫ്രണ്ട്സായി ഇരിക്കണം എന്നാണ് നയനേടത്തി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എനിക്കിങ്ങനെ നന്ദുവിനെ കാണാൻ വരാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവിടെ അച്ഛനൊന്നുമില്ല എന്ന് പറയുമ്പോൾ നന്ദു ഉണ്ടല്ലോ അത് മതി എന്ന് പറയും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ സാരിയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിന് 2 ദിവസം മുന്നേ വരണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ട്, നന്ദു എൻ്റെ കല്യാണത്തിന് ഈ സാരി തന്നെ ഉടുത്ത് വരണം എന്നൊക്കെ പറയുമ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്കുള്ള ഡ്രസ്സെല്ലാം നയനേടത്തിയും ആദർശേട്ടനും വന്നപ്പോൾ തന്നതാണല്ലോ എന്ന് പറയും. അപ്പോൾ നന്ദു എൻ്റെ സുഹൃത്തല്ലേ, അപ്പോൾ എനിക്കൊരാഗ്രഹം നന്ദുവിന് സാരി എടുത്ത് തരാൻ, അപ്പോൾ ഈ സാരി ഉടുത്ത് തന്നെ വരണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്ദു എന്നെ അങ്ങനെയല്ല കണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ എന്തായാലും എൻ്റെ മനസ്സിലിപ്പോഴും ആ ഒരു സ്നേഹമൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും കല്യാണം കഴിയുമ്പോൾ അതൊക്കെ മാറുമായിരിക്കും. ഇനിയിപ്പോൾ കല്യാണത്തിന് മുന്നേ ഒരാണും പെണ്ണും തമ്മിൽ ഇഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നമ്മളിങ്ങനെ ബ്രഹ്മചാരികളായിരിക്കണം എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ മനസ്സിൽ ആ സ്നേഹം ഇപ്പോഴും ഉണ്ട്. എന്തായാലും കല്യാണം കഴിയുമ്പോൾ അതൊക്കെ പതുക്കെ മാറുമായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ നന്ദുവിനാണെങ്കിലും ആകെ വിഷമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഗോവിന്ദൻ അവിടേക്ക് വരുന്നത്. അപ്പോൾ ഗോവിന്ദനെ ഇവരെ രണ്ടുപേരും കാണുമ്പോൾ ആകെ ടെൻഷനാണ് കേട്ടോ. അപ്പോൾ മോൻ എന്താ ഇവിടെയെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ നന്ദു ഇത് തന്നെയാണ് ഇപ്പോൾ ചോദിച്ചത്, എനിക്ക് എന്താങ്കിലും ഇങ്ങോട്ട് വന്നൂടെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വരുന്നതിൽ തെറ്റൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ നന്ദുവിനിങ്ങനെ ഒരു സാരി കൊടുക്കാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നീട് ഗോവിന്ദനോടും 2 ദിവസം മുന്നേ തന്നെ കല്യാണത്തിന് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് തിരിച്ചു പോവാണ് കേട്ടോ. ഈ സമയത്ത് നന്ദുവിനാണെങ്കിലും ആകെ സങ്കടമാണ്. അപ്പോൾ ഗോവിന്ദന് അനി തിരിച്ചു പോയ ശേഷം ചോദിക്കുന്നുണ്ടായിരുന്നു, അവനെന്താ പറഞ്ഞതെന്നൊക്കെ ചോദിക്കട്ടെ. അപ്പോൾ ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞില്ല, ഇപ്പോൾ പറഞ്ഞതൊക്കെ തന്നെയാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു അങ്ങ് അകത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഭയങ്കര സങ്കടത്തോടുകൂടി പിന്നീട് ആ സാരിയൊക്കെ എടുത്ത് പിടിച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കരയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നന്ദു ആണെങ്കിലും അനിയാണെങ്കിലും പോകുന്ന സമയത്ത്, ബൈക്കിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഭയങ്കര സങ്കടത്തിൽ തന്നെയാണ് കേട്ടോ പോവുക ചെയ്യുന്നത്. പിന്നീട് നന്ദുവിൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, അനിയുടെ കല്യാണമല്ലേ, അപ്പോൾ അത് 2 ദിവസം മുന്നേ പോകുന്നില്ലേ എന്നൊക്കെ ചോദിക്കാണ് കേട്ടോ. അപ്പോൾ നന്ദു ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇവിടെ അച്ഛൻ ഒറ്റയ്ക്കാണ്, അച്ഛനിടയ്ക്ക് നെഞ്ചുവേദനയൊക്കെ വരുന്നതാണ്, അപ്പോൾ ഞാനങ്ങനെ രാത്രി അവിടെ പോയി നിന്നാൽ ശരിയാവില്ല എന്നൊക്കെ പറയുമ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അച്ഛനിങ്ങനെ കടയിൽ നിൽക്കുന്ന ജോലിക്കാരനുണ്ടല്ലോ, അപ്പോൾ നിനക്ക് വേണമെങ്കിൽ പോവാലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് നന്ദുവിൻ്റെ മനസ്സെന്താണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാമല്ലോ. അപ്പോൾ നീ ഇങ്ങനെ ഞങ്ങളുടെ കൂടെ ജോലിയായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ മനസ്സിലെന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുമ്പോൾ നീയൊക്കെ ഒരു കോമൺ സെൻസ് ഇല്ലാതെയാണ് സംസാരിക്കുന്നത്. എൻ്റെ ചേച്ചിമാർ 2 പേരും അവിടുത്തെ മരുമക്കളാണ്, അവരെന്നെ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് അവിടെ പിടിച്ചു നിൽക്കുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാനും കൂടെ അവിടേക്ക് പോകാനൊന്നും ആഗ്രഹിക്കില്ല. നിനക്ക് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ തുടരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സംസാരമൊക്കെ ഒഴിവാക്കണം എന്നൊക്കെ പറയാനുണ്ട്. അപ്പോൾ എന്തായാലും പിന്നീട് അവർ അതൊക്കെ അങ്ങ് സംസാരിച്ചിട്ട് തിരിച്ചു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നന്ദു മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു, ഇവരുടെ സംശയമൊക്കെ എന്തായാലും മാറ്റിയെടുത്തേ പറ്റുള്ളൂ, എല്ലാവരുടെയും സംശയം മാറ്റിയെടുക്കണം എന്ന് നന്ദു മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നയനിയാണെങ്കിലും ഇരുന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ് കേട്ടോ, ഓരോരോ കാര്യങ്ങൾ ഓർത്തിട്ട്. അപ്പോൾ ആദർശ് ഇത് കണ്ടുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദർശ് ചോദിക്കും, നീ എന്തിനാണ് ചിരിക്കുന്നതെന്ന്. അല്ല, ഞാനിപ്പോൾ അങ്ങനെ ഓർക്കുമായിരുന്നു, ഇന്ന് പിള്ളസാർ വന്നിട്ടില്ലെങ്കിൽ ആദർശേട്ടന് എല്ലാവരുടെ മുന്നിലും ഇങ്ങനെ നാണം കെട്ടി നിന്നിരുന്നേനെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ നീ എന്നെ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ആദർശേട്ടൻ തന്നെ അല്ലേ ആദ്യം തന്നെ വഴക്കുണ്ടാക്കിയത് എന്നൊക്കെ പറയുമ്പോൾ ആദർശ് എല്ലാ കുറ്റവും അങ്ങ് ഏറ്റെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റി, അതുകൊണ്ട് നമുക്കിന്ന് പുറത്ത് പോകാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ഞാനിങ്ങനെ ധരിച്ചു വന്ന ഡ്രസ്സ് നന്നായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്നിട്ട് രാവിലെ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, പാടത്ത് വെച്ചിരിക്കുന്ന കോലം പോലെ ഉണ്ട് എന്നൊക്കെയല്ലേ പറഞ്ഞത്, അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ ഫോണ് ഇങ്ങനെ ഓഫാക്കി വെച്ച് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അത് പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ, എന്തായാലും ഇടയ്ക്ക് നീ ഇങ്ങനെ നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി വരണം എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഞാൻ സുന്ദരിയാണോ എന്നൊക്കെ ഇങ്ങനെ നയനെ ചോദിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് നയനയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഞാനിപ്പോൾ അടുക്കള ജോലിയൊക്കെ ചെയ്ത് ആകെ കോലം കിട്ടുമെന്ന് പറയും കേട്ടോ. അപ്പോൾ നീ ഇങ്ങനെ ഇവിടെ വന്നതിനേക്കാളും സുന്ദരിയായിട്ടുണ്ട് എന്നിങ്ങനെ ആദർശ് പറയാണ്. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, അന്നൊക്കെ നിൻ്റെ സൗന്ദര്യം എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണെന്ന് അറിയില്ല, ഇപ്പം ഞാൻ നിന്നെ സ്നേഹിച്ച് തുടങ്ങിയപ്പോൾ എന്തായാലും നീ നല്ല സുന്ദരിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ നയനയാണെങ്കിലും ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ആദർശിനെ നോക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.